പ്രധാനപ്പെട്ട ആക്ഷേപം, അവർക്കെതിരെ ആക്ഷേപം ഒന്ന്, ഈ ഭീകരന്മാർ ആക്രമിക്കാൻ വരുന്ന ഹിമാൻഷിക്ക് അറിയാമായിരുന്നു. സ്വന്തം ഭർത്താവിനെ കൊലയ്ക്ക് കൊടുക്കാൻ കൂട്ടുന്നതുകൊണ്ടാണ് ഇവരിപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന ഒരു വാദം. രണ്ടാമത്തെ വാദം, ഇവർ പഠിച്ചത് JNUവിലാണ്. JNUവിൽ കശ്മീർ വിദ്യാർത്ഥികൾ താമസിക്കുന്ന ഹോസ്റ്റലുകളിലെ നിത്യസന്ദർശകയായിരുന്നു ഇവർ. അതുകൊണ്ടാണ് ഇവരിതിങ്ങനെ ചെയ്യുന്നത് എന്ന് തുടങ്ങി ഇവരെ മോറലി ആക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരുപാട് കമൻറ്റുകളുണ്ട്. ഇത് വായിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഏതെങ്കിലും 2 രൂപ കൂലിക്ക് ഇടുന്ന BJP IT സെൽ ട്രോളുകളാണ് ഇതൊക്കെ ചെയ്യുന്നത്. അങ്ങനെയല്ല. മുൻ വായുസേന ഉദ്യോഗസ്ഥൻ, എയർഫോഴ്സ് ജോലി ചെയ്ത് റിട്ടയർ ആയിട്ടുള്ള ഒരാളൊക്കെയാണ് ഇതൊക്കെ പറയുന്നത്. നോക്കുമ്പോൾ വലിയ വലിയ ആളുകൾ, വലിയ സമൂഹത്തിലെ വലിയ ആളുകളൊക്കെയാണ് ഇത് പറയുന്നത്. എനിക്കതൊന്ന് തോന്നി മനസ്സിലായും, 10 വർഷത്തെ BJP ഭരണം അല്ലെങ്കിൽ 100 വർഷത്തെ RSSൻ്റെ ഇന്ത്യയിലെ പ്രചാരണം ഒരു വിഭാഗം ജനങ്ങളെ മോറലി, ധാർമ്മികമായി എത്രമാത്രം ജീർണിപ്പിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നമുക്ക് വ്യത്യസ്തതര ഐഡിയോളജികളൊക്കെ ഉണ്ടാവും. ചിലത് ഫാഷിസ്റ്റ് ഐഡിയോളജി ആയിരിക്കാം. ഇനി ഒരു ഫാഷിസ്റ്റ് ഐഡിയോളജി ശരിയാണെന്ന് വിശ്വസിച്ച് അതിൽ നിൽക്കുന്ന ഒരാൾ തന്നെ ഇരിക്കട്ടെ, അയാളെ സംബന്ധിച്ച് അയാൾ പുലർത്തുന്ന ചില കോർ വാല്യൂസ് ഉണ്ടാവുമല്ലോ. എന്തെല്ലാം തരം ലോകവീക്ഷണങ്ങളും എന്തെല്ലാം തരം രാഷ്ട്രീയ നിലപാടുകളുണ്ടെങ്കിൽ പോലും ഒരു മനുഷ്യൻ വ്യക്തി എന്ന നിലയിൽ തുടരുന്ന ചില കോർ വാല്യൂസ് ഉണ്ടാവും. ആ കോർ വാല്യൂസിനെ പോലും ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഒരു മനുഷ്യത്വം തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഒരു ഐഡിയോളജിയാണ് സംഘപരിവാറിൻ്റെതെന്ന് തോന്നിപ്പോകും. അതല്ലെങ്കിൽ എങ്ങനെയാണ് സംഘപരിവാർക്ക് മാത്രം ഇത് സാധിക്കുന്നത്? നമ്മൾ എവിടെ നിന്നും അത് കാണുന്നില്ലല്ലോ. ഇപ്പോൾ നോക്കുക, ഇപ്പോൾ ഹിമാൻഷി എന്താണ് ചെയ്തത്? ഹിമാൻഷി സ്വന്തം ഭർത്താവ് ഹണിമൂൺ പീരീഡിൽ ഭീകരന്മാരുടെ വെടിയേറ്റ് മരിക്കുകയാണ്. അവരുടെ ഫോട്ടോ നമ്മൾ കണ്ടിരുന്നു. ഒരു ഹിമശില പോലെ ഒരു വികാരങ്ങളില്ലാതെ ചകിതിയായി നിൽക്കുന്നൊരു ഒരു പെൺകുട്ടിയുടെ ചിത്രം, യുവതിയുടെ ചിത്രം. അതിനുശേഷം അവർ മാധ്യമങ്ങളോട് പറയുന്നു, നഷ്ടമുണ്ടായത് എനിക്കാണ്. രാമചന്ദ്രൻ്റെ മകൾ ആരതി പറഞ്ഞതുപോലെ തന്നെ ഇത് നഷ്ടമുണ്ടായത് എനിക്കാണ്. പക്ഷെ ഇതിൻ്റെ പേരിൽ ഒരു സമൂഹത്തെ വേട്ടയാടരുത്. ആരതി പറയുന്നതും ഹിമാൻഷി പറയുന്ന ഒരേ കാര്യമാണ്. അപ്പോൾ ആരതി നോക്കുക, ആരതിയുടെ മരിച്ച അച്ഛൻ ഒരു BJP പ്രവർത്തകനാണ്, BJP സ്ഥാനാർത്ഥിയായിരുന്നു. അവർക്ക് വേണമെങ്കിൽ ഈ പറയുന്ന സംഘപരിവാർ പ്രവർത്തകർ പറയുന്ന പോലെ ഒരു ജിങ്കോയിസം പറയാം. അവർക്കതിന് അർഹതയുണ്ട്. എൻ്റെ അച്ഛനെ കൊന്നവരെ ഇപ്പോൾ തന്നെ വെടിവെച്ചോളണമെന്ന് പറയാം, അല്ലെങ്കിൽ പിടികൂടി കൊല്ലണം എന്ന് പറയാം. ആ ഭീകരന്മാരെ സപ്പോർട്ട് ചെയ്യുന്ന ആരെങ്കിലും അവരെ നാട് കടത്തണം എന്ന് പറയാം. ഈ ഭീകരരെ സപ്പോർട്ട് ചെയ്യുന്നവർ പാകിസ്ഥാനിലേക്കണം അവർക്ക് എന്തും പറയാം ഇമോഷണലായി. കാരണം അവർക്ക് നഷ്ടമുണ്ടായ സ്വന്തം അച്ഛനെയാണ്, അതും BJP-കാരനായ അച്ഛനെ. അവരെത്ര സമചിത്തതയോടെയാണ് അതിനെ കാണുന്നത്. ഹിമാൻഷിയുടെ കാര്യം തന്നെ എടുക്കുക. ഹിമാൻഷിയുടെ ഭർത്താവ് ഒരു സൈനികനാണ്, നേവൽ ഓഫീസറാണ്. ആ രാജ്യത്തിൻ്റെ അതിർത്തി കാക്കുന്ന ഒരു സൈനികൻ്റെ ഭാര്യയായിട്ട് കൂടി രാജ്യത്തിൻ്റെ അതിർത്തി കാക്കുന്ന ഒരു സൈനികൻ ഭീകരരുടെ വെടിയേറ്റ് മരിച്ച്, അതും മതം തിരഞ്ഞ് വെടിവെച്ച് കൊന്നു. അത്ര ഇമോഷണലായിട്ടുള്ള, അത്ര ക്രൂരമായ ഒരു കൊലപാതകത്തിന് മുന്നിൽ നിന്ന് വന്നിട്ട് അവർ പറയുകയാണ് ഇതിൻ്റെ പേരിൽ രാജ്യത്ത് വെറുപ്പ് പടർത്തരുത്. അത് മനുഷ്യത്വമാണ്. അത് ഹിമാൻഷി കാണിക്കുന്നു, ആരതി കാണിക്കുന്നു മനുഷ്യത്വമാണ്. മനുഷ്യനെന്ന നിലയിൽ മിനിമം നമ്മൾ പുലർത്തുന്ന ഒരു മൂല്യബോധമുണ്ട്. ആ മൂല്യബോധത്തെ പോലും നശിപ്പിക്കുന്ന തരത്തിൽ മനുഷ്യരെ മാറ്റിയെടുക്കാനാണ് കഴിഞ്ഞ 100 വർഷം കൊണ്ട് RSSൻ്റെ പ്രവർത്തനത്തിന് കഴിഞ്ഞത്, അല്ലെങ്കിൽ ഈ പറയുന്ന സംഘപരിവാർ ട്രോളുകൾക്ക് സാധിക്കുന്നത്. അവരെ തന്നെ എനിക്ക് ഇത് കാണുമ്പോൾ എനിക്ക് യഥാർത്ഥത്തിൽ ഒരു സഹതാപവും സങ്കടമാണ് തോന്നുന്നത്. ഈ മനുഷ്യരെ കാണുമ്പോൾ അവരെ തന്നെ എങ്ങനെയാണ് കാണുന്നത്? അവരുടെ കുടുംബാംഗങ്ങളെ എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോൾ ഒരു ഉദാഹരണം, ഈ പറയുന്ന എല്ലാവരും ഇതുപോലെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ജാർഖണ്ഡിൽ നിന്നുള്ള കുറേ ടൂറിസ്റ്റുകൾ ഈ പെഹൽഗാം ആക്രമണത്തിൽ പെട്ടിരുന്നു. അവരിൽ പലരും രക്ഷപ്പെട്ട് നാട്ടിൽ തിരിച്ചെത്തി. ആ തിരിച്ചെത്തിയവരിൽ ഒരു BJP നേതാവ് കൂടി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ജാർഖണ്ഡ് സംഘത്തെ രക്ഷിക്കാൻ വേണ്ടി അവരുടെ ജീവൻ പോലും പണയം വെച്ച് അവിടെ പ്രവർത്തിച്ച് അവിടെ കശ്മീരികളായ ലോക്കൽ ആളുകളാണ്, ടൂറിസ്റ്റ് ഗൈഡുകൾ ഉൾപ്പെടെയുള്ള ആളുകളാണ്. ഈ വിവരം പങ്കുവെച്ചുകൊണ്ട് ഈ BJP നേതാവ്, ആ കൂട്ടത്തിൽ ഞാൻ BJP ഒരു ട്വിറ്ററിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ആ മനുഷ്യരില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു. ആ കശ്മീരിയായ മനുഷ്യൻ്റെ ഇടപെടലാണ് ഞങ്ങൾ രക്ഷിച്ചതെന്ന് പറയുന്നു. ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രി BJP-കാരനാണ് അദ്ദേഹം തന്നെ വന്നിട്ട് പറഞ്ഞു, അവിടെയുള്ള കശ്മീരികളായ ലോക്കൽ ആയിട്ടുള്ള ആളുകളുടെ ധൈര്യത്തെ ഞാൻ അഭിനന്ദിക്കുന്നു എന്ന് പറയേണ്ടി വന്നു.